ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി വന്നിരിക്കുകയാണ്. ഇന്നേത സിനിമ? വിശ്വനാഥ് ആൻഡ് സൺസ്. നമ്മുടെ മമിത ആൻഡ് സൂര്യ. വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതെ അതെ, ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. എന്താണെന്ന് അറിയണ്ടെങ്കിൽ സിനിമ മീൻസ് ട്രെയിലർ കണ്ടോക്കണം. ഫ്ലാഷ് ബാക്ക് കാണാം, വേഗം കാണാം. என் பையனுக்கு பிஸ்டல் ஷூட்டிங் கத்து கொடுக்கணும். എന്ത് പിസ്റ്റൽ ഷൂട്ടിംഗ്? ഗോൾഡ് മെഡൽ. ആ കടി എവിടെയോ കൊപ്പിടിച്ചതാണ്. കാണാൻ പറ്റുമോ? കുട്ടി அபேக்கு போன் மேரோ டிரான்ஸ்பிளான்ட் பண்ணியானோ. ബോൺ മാരോ. யாராவது டோனல் கண்டுபிடிக்கலாமே. we can pay. சான் பிரான்சிஸ்கோல எனக்கு ஒரு ஃப்ரெண்ட் இருக்கா. ஒரு தடவை மீட் பண்ணேன். போய் சென்டர் അതിനാണ് ഇവളെ കൊണ്ടുവരുന്നേ. അമ്മ சொந்தக்கார பொண்ணு. மதர் சைடா ஃபாதர் சைடா? பேபி சைடு. ബേബി സൈഡ് பாக்க அப்படியே உன மாதிரி இருக்கா. சீட் ரொம்ப ஸ்ட்ராங் ஆ. സീറ്റ്. എനിക്ക് ആ ഓറായിട്ട് തോന്നുന്നു. അത് അങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും. ആണ് ആ ഓവറായി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. இதுவரைக்கும் I've never been someone's ഇതൊക്കെ responsibility. നമ്മൾ ഇനി ഓക്കെ I saw you. അവിടെ നിൽക്കണം. அந்த பையனை பத்தி நினைச்சாலே கூஸ் பம்ப்ஸ் வரும் தெரியுமா? திருட்டுத்தனமா அன்பு காட்டுவார். നല്ലായിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. எனக்கு வேணும்னு இருந்துச்சு. மனிதன் உணர்ந்து கொள்ள இது மனிதன் காதல் அல்ல. ரொம்ப ஒட்டாதுன்னு சொன்னேன். இப்ப பாரு எவ்வளவு கஷ்டமா இருக்குன்னு. ஹாலிடேஸ் ஓவர் மேடி. But I love you. டேய் ഓ നിമിഷ് രവി. സോറി. Hey, நீ என்ன மிஸ் பண்ணுவியா? உங்க அப்பா என்ன மிஸ் பண்ணுவானா? மனுஷங்க பிரியறது சண்டை போடுறதுனால இல்லைங்க. சண்டைக்கு அப்புறமா எப்படி பேசுறதுன்னு தெரியாததுனால தான். Deleted. I want you to move. അതാണ് ഭാര്യ. അവരെ കുട്ടിയാണ്. இது வரைக்கும் நிக்க கூடாது. അടിക്കുന്നതിനകത്ത് വേറെ ஜெயிச்சதுக்கு அப்புறம் அதை பத்தியே பேசிட்டு இருக்க கூடாது. ഒരു കൊടിയൊക്കെ കണ്ടല്ലോ. ഐ നല്ല വാവ അല്ലേ. See this? இது Benz 540k. Corvette, Porsche, Back to the Future, DeLorean. இப்ப எதுக்கு சந்திரமுகி ஜோதிகா மாதிரி பிஹேவ் பண்ற? വലുതായി. ഓ അപ്പൊ അവർക്കൊരു സ്റ്റോറി ഉണ്ട്. മകൻ വലുതായി. ലാസ്റ്റ് കണ്ടില്ല. ആരോ ഓടുന്നുണ്ടോ? ആരോ ഓടിയെന്നിരുന്നില്ല. മോൻ വലുതായി. അവള് പുറകെ ഓടുന്നു. സോ ദേ ഹാവ് എ സ്റ്റോറി. ഓഗസ്റ്റ് 14 റിലീസ് ഇട്ടാ. പറഞ്ഞില്ല അന്ന് കണ്ട. മനസ്സിലായ സാധനം എന്ന് പറഞ്ഞാല് അവന്റെ കുട്ടി ബോൺമാരൊക്കെ കൊണ്ട് ഇവള് ഇടുന്നു തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നു. വന്നിട്ട് തല്ലിപ്പൊളിയായ ഇവള് പിന്നെ ഇവരായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. ഇവൻ തിരിച്ച് പറഞ്ഞയക്കാൻ പോകുമ്പം സോറി ഇവര് തിരിച്ച് പറഞ്ഞയക്കാൻ പോകുമ്പം അവക്ക് ഇവനോട് പ്രേമാവുന്നു. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞവൻ തിരിച്ച് പറഞ്ഞയക്കുന്നു. പിന്നെ എന്തല്ലോ കറങ്ങി തിരിഞ്ഞ് എന്തൊക്കെയോ സംഭവിക്കുന്നു. അവസാനം കാണിക്കുന്നതിൽ അവര് ഒരുമിച്ചുണ്ടെന്ന് മനസ്സിലായി. അവരെന്നെയാണോ? എന്താണ്? അങ്ങനെയാണ് പിന്നെ സിനിമ വേണ്ടല്ലോ. ട്രെയിലർ മാത്രം പോലെ. സോറി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അവന്റെ അടി ഇടി മറ്റേ പിസ്റ്റൾ ഷൂട്ടിന്റെ എന്തൊക്കെയോ ഇവിടേക്ക് വരാനുണ്ടാവും. ഇതെന്തായാലും സംതിങ് ട്വിസ്റ്റ് ഉണ്ടാകും. കാരണം ഇതിങ്ങനെ കാണിക്കില്ലല്ലോ. അവളെങ്ങനെ കണ്ടോണ്ടിരിക്കാം. എനിക്ക് സൂര്യയുടെ വലിയ മാസമൊന്നും ഫീൽ ചെയ്തില്ല. അല്ല പറയാൻ പറ്റില്ല. മാസിന്റെ ഒരു സിനിമ എന്നല്ല. എന്തായാലും ട്രെയിലറിലുണ്ടല്ലോ ഫുള്ള് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ട്രെയിലറിൽ നമുക്ക് അവളായിട്ടുള്ള കണക്ഷൻ കൊണ്ട് ചിലപ്പോ നമ്മൾ എങ്ങനെ കണ്ടിട്ടുണ്ട്. കൊച്ചിയല്ലോ പറഞ്ഞത്. എന്ത് പക്ഷെ കാസ്റ്റ് എന്താണ് കാസ്റ്റിന് കുഴപ്പം? അതിൽ തന്നെ മനസ്സിലായില്ലേ ആ കുട്ടിയുടെ ബോൺമാര
വരവിന് വേണ്ടി എവിടുന്ന് എന്തോ കൊണ്ടുവരുന്നേ. ഇനി ബാക്കി സ്റ്റോറി അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവര് തമ്മിലുള്ള ഏജ് ഡിഫറൻസ് അല്ലേ നിങ്ങൾ പറയണത്. ആ ഏജ് ഡിഫറൻസ് മേ ബി സിനിമേന്റെ സ്റ്റോറിയിലും ഉണ്ടാവും. അതെ അതെ അതെ. കാരണം ഭാര്യനെ കണ്ടില്ലേ, ഭയങ്കര വയസ്സെത്തിയിട്ടുള്ള ഭാര്യ. രവീണ ടണ്ടനാണ് അത് ഭാര്യയാണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞില്ല. യു ഹാവ് ടു മൂവ് ഓൺ. യു ഹാവ് ടു മൂവ് ഓൺ എന്ന് പറയുന്നത് അവന്റെ ഫ്രണ്ടിന് പറയാം, അവന്റെ അമ്മക്ക് പറയാം, അവന്റെ ആന്റിക്ക് പറയാം, അവന്റെ ചേച്ചിക്ക് പറയാം. മേ ബി പറയും അവര് തമ്മിൽ പിരിഞ്ഞിരിക്കുക കൊച്ച്. അതാ ഞാൻ പറഞ്ഞത്. അത് ആർക്കും പറയാം. വേണമെങ്കിൽ അവന്റെ ചേച്ചിക്ക് വന്നിട്ട് അവനോട് പറയാം. എന്നിട്ട് അവളോട് നോക്കി ഇങ്ങനെ കരയുന്നുണ്ടല്ലോ. കാര്യമൊന്നുമില്ല, ഇത് വെറുതെ ആട്ടോ. നിങ്ങൾ ഇതൊന്നും പറയണ്ട. ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാം. പക്ഷെ എന്തെങ്കിലും ഉണ്ടാവും. അല്ലാണ്ട് ട്രെയിലറിൽ ഫുൾ സ്റ്റോറി കാണിക്കാൻ നിൽക്കും ആരെങ്കിലും. നമ്മളിപ്പോ പറഞ്ഞൊന്നല്ലാത്ത വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. തിരിച്ച് സിനിമ കണ്ടുവന്നിട്ട് നമ്മൾ ഇതെല്ലാം മാറ്റി പറയേണ്ടി വരും. ഓക്കേടാ മോനെ. അപ്പൊ എല്ലാവരും ഈ സിനിമ മറ്റന്നാള് തിയേറ്ററിൽ പോയി കാണാം. അപ്പൊ ഞങ്ങളും പോയി കാണും. കണ്ടു കഴിഞ്ഞിട്ട് ആക്ച്വൽ സ്റ്റോറിയും ഇതും വെച്ചിട്ടൊരു ഇത് നടത്താം. ആക്ച്വലി നമ്മൾ പ്രൊഡിക്ട് ചെയ്തത് ഇതായിരുന്നു, മറ്റേത് ഇതായിരുന്നു. അപ്പൊ വീണ്ടും ഒരു ട്രെയിലർ ടീസർ റിയാക്ഷനുമായി വരുന്നവരേക്കും ബൈ. സോറി, ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയി പോയി. അപ്പോ ഏതാണ് പടം? വിശ്വനാഥ് ആൻഡ് സൺസ്. യെസ്, നമ്മുടെ ആരാണ് വിശ്വനാഥ്? മമിത ബൈജുവും സൂര്യയും. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ്. എന്താ അങ്ങനെ ഒന്നല്ല, ഇങ്ങനെ ഇങ്ങനെ തെക്കും വടക്കും എന്തെങ്കിലും ഉണ്ടാവും. അതായിരിക്കും ആ സ്റ്റോറി. അതെ അതെ. അമിതാഭ് ബച്ചന് ഒരുപാട് സിനിമകൾ കിട്ടുന്നുണ്ടല്ലേ ഇപ്പൊ. എന്താ നല്ല നല്ല നടിമാർക്ക് സിനിമകൾ കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ അവള് ഭയങ്കര ഒരു നടി മെറ്റീരിയൽ ആയിട്ട് തോന്നി. നടി മെറ്റീരിയൽ ഒരാളെങ്ങനെയാണ് ഇയാൾ നടി മെറ്റീരിയൽ ആണെന്ന് ഡിഫൈൻ ചെയ്യാറ് കാണുമ്പോ നല്ല രസം തോന്നിയിരുന്നു. അതെ, അതെങ്ങനെ നടി മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അഭിനയിക്കാൻ പറ്റും എന്നുള്ള ആരും നടിയാണ്. അത് ഞാനും നടിയായിരിക്കും ചിലപ്പോ. എന്താ പറയാ, ആരും നടി. നടിക്ക് എങ്ങനെ ഒരു ഡിഫൈൻ ഹീറോയിൻ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങള്? ഹീറോയിൻ എന്ന് പറയുമ്പോ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ഇപ്പം പിന്നെ അല്ലെ ഡിഫൈൻ ഹീറോയിൻ ഒക്കെ ഓക്കെ. പക്ഷെ ഇപ്പൊ പ്രേമലുലൊക്കെ നമ്മുടെ മലയാളത്തിലൊക്കെ വന്ന് നോക്കൊക്കെ നേരെ മറിച്ച് നേരെ പോയിട്ട് മറ്റേ ഇവന്റെ ഡോണില് മറ്റവന്റെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഡോണല്ലേ ഡോണില് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ അഭിനയിച്ചു. അതുകൊണ്ടല്ല, ആ സിനിമയിലാണെങ്കിൽ ഇപ്പൊ ഈ ആണല്ലോ, അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ അഭിപ്രായം പറയാനായിട്ട്. നിന്റെ അഭിപ്രായം ഞാൻ പറയണോ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് സ്ക്രീനിൽ വരുമ്പോ ഒട്ടും മാച്ച് ഇല്ലാത്ത മാതിരിയുള്ള കാസ്റ്റിംഗ് ആണ് പല സിനിമയിലും തോന്നിയിട്ടുള്ളത്. എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ അഭിനയമൊക്കെ ക്യൂട്ടാണ്. പ്രേമലൂലൊക്കെ ഭയങ്കര രസമുള്ള അഭിനയമാണ്. പക്ഷെ അതിപ്പോ മോഹൻലാലും ചില കാസ്റ്റിംഗ് ചില മോശം സിനിമകളിൽ പോയി അഭിനയിക്കാറില്ലേ? മോഹൻലാലും മോശം നടനാണ് അനിയത്തിയായിട്ട് വന്നു, അടിപൊളി. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചില സിനിമകളില് അങ്ങനെ സംഭവിക്കുന്നു എന്നല്ല. ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടി എത്ര വലിയ നടന്മാരാണ്. അവര് ഇപ്പം അങ്ങനെയുള്ള സിനിമ ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അവർ അഭിനയിച്ചില്ലേ? അത് അവർക്ക് അഭിനയം അറിയാത്തോണ്ടല്ലോ, അത് സംഭവിച്ചു പോകുന്നതാണ്. അതേപോലെ അതാ ഞാൻ പറഞ്ഞത്. ഈ സിനിമയുടെ കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള മമിതയുടെ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ ആ സിനിമയുടെ ട്രെയിലർ കണ്ടില്ല. അന്യഭാഷാ സിനിമകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഏത്? ഈ സിനിമ നിങ്ങൾ ട്രെയിലർ കണ്ടില്ല. ട്രെയിലർ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാസ്റ്റിംഗ് റോങ് ആണെന്ന് തോന്നുന്നെങ്കിൽ യു ക്യാൻ ടെൽ. ഒന്നും കാണാണ്ട് രണ്ടാളെ കണ്ടതിന്റെ ബേസിൽ നിങ്ങൾക്ക് എങ്ങനെ കാസ്റ്റിംഗ് റോങ് ആണെന്ന് തോന്നുക? ചിലപ്പോ മമിത ഇതിനകത്ത് അനിയത്തിയാണെങ്കിലോ, മമിത ഇതിനകത്ത് അനിയത്തിയാണെങ്കിലോ അല്ലെങ്കിൽ അച്ചമ്മയാണെങ്കിലോ, like watch first then comment.